ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്തു തരുന്നത് NPCI, അതായത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ബാങ്കിങ് ഇടപാടുകളൊക്കെ നടക്കുന്ന ഈ ഒരു NPCIയുടെ സിസ്റ്റം അനുസരിച്ച് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും ആധാർ കാർഡും നമുക്ക് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ ലിങ്ക് ചെയ്യുന്നത് കൂടി നമുക്ക് ഒരുപാട് തടസ്സങ്ങളിൽ നിന്ന്, അതായത് നമുക്ക് ഒരുപാട് വഞ്ചനകളിൽ നിന്നും ഒരുപാട് നമ്മളിപ്പം പേയ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്, അതായത് നമുക്ക് ആർക്കാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് അവരിലേക്ക് തന്നെ നമ്മുടെ എമൗണ്ട് എത്തുന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യത വരുത്തുവാനൊക്കെയാണ് ഈ ഒരു ആധാർ കാർഡും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ലിങ്ക് ചെയ്തു വെക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യുന്നതിൽ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുമുണ്ട്. ഓക്കെ, അപ്പം താഴത്ത് ഞാൻ ഇതിൻ്റെ ലിങ്ക് നൽകുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾക്ക് എത്താവുന്നതാണ്. NPCIയുടെ ഈ ഒരു നമുക്ക് ലിങ്ക് ചെയ്യാനുള്ളൊരു പേജിലോട്ട് നിങ്ങളിവിടെ എത്തുന്നതായിരിക്കും. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക, ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൺസ്യൂമർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അവസാനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഭാരത് ആധാർ സീഡിംഗ് എനേബിൾ. ഓക്കെ, അപ്പം നമ്മളിത് സീഡിംഗ് എന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം സീഡിങ്ങും അൺസീഡിങ്ങും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ട്, 2-3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ആയിരിക്കും നമ്മളെ NPCIയിൽ നമ്മൾ ആധാർ കാർഡുമായിട്ട് സീഡിങ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഓക്കെ, വീഡിയോക്ക് ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഹോം ഉണ്ട്, അതുപോലെ തന്നെ ആധാർ സീഡിങ്, ഡിസീഡിങ് ഉണ്ട്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ആധാർ മാപ്ഡ് സ്റ്റാറ്റസ് ഉണ്ട്, ആധാർ മാപ്പിംഗ് ഹിസ്റ്ററി ഉണ്ട്, റിക്വസ്റ്റ് സ്റ്റാറ്റസ് ചെക്ക് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആധാർ മാപ്ഡ് സ്റ്റാറ്റസ് എടുക്കുന്നുണ്ട്. ഇവിടെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു 3 ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങൾ ഓരോ ബോക്സിലും 4 ഡിജിറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്തിട്ട് ഈ ഒരു ക്യാപ്ഷൻ കൂടി എൻ്റർ ചെയ്ത ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം കൺഫേം എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ആധാർ കാർഡിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബാങ്ക്, എനിക്കിപ്പോൾ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, ഇൻഡ്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഒക്കെ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് ബാങ്ക് നെയിം ഇൻഡ്യൻ ബാങ്ക് ലിമിറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പം എനിക്ക് ലാസ്റ്റ് അപ്ഡേറ്റഡ് ഡേറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് DBTക്ക് വേണ്ടി എനേബിൾഡ് ആണ് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാൻഡേറ്റ് ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് മാപ്ഡ് സ്റ്റാറ്റസ്, ആധാർ മാപ്ഡ് സ്റ്റാറ്റസ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സീഡിങ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ആധാർ സീഡിങ് എന്ന രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് എൻ്റർ യുവർ ആധാർ നമ്പർ, അതായത് നിങ്ങൾ സീഡിങ് ചെയ്യാൻ വേണ്ടി ആധാർ നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിൽ തന്നെയാണ് അൺസീഡിങ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സീഡിങ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇൻഡ്യൻ ബാങ്കാണ്. സോ എനിക്ക് അൺസീഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സീഡിങ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സീഡിങ് ചെയ്യേണ്ട നിങ്ങളുടെ ബാങ്ക് ഇതിൽ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ബാങ്കും ഇതിൽ അവൈലബിൾ അല്ല കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവിടെ സീഡിങ് ഉണ്ട്, അൺസീഡിങ് ഉണ്ട്, ഡിസീഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സീഡിങ് അൺസീഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ബാങ്ക് നെയിം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ ഈ എല്ലാ ബാങ്കും അവൈലബിൾ അല്ല എന്ന് പറയാൻ കാരണം ഞാനിപ്പം എൻ്റെ ഫെഡറൽ ബാങ്കൊന്നും ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സീഡിങ് ടൈപ്പ് ഫ്രഷ് സീഡിങ് ഉണ്ട്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് സെയിം ബാങ്ക് വിത്ത് അനദർ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഫ്രം വൺ ബാങ്ക് ടു അതർ ബാങ്ക്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ളത് മറ്റുള്ള ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾ സീഡിങ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഫ്രഷ്ലി സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ക്യാപ്ഷൻ കൂടി എൻ്റർ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ടേംസും കണ്ടീഷൻസും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് റീഡ് ചെയ്യുക. അതിനുശേഷം അഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ബട്ടൺ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
ആ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത ശേഷം കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യുവർ ആധാർ നമ്പർ ഈസ് കറൻ്റ്ലി മാപ്ഡ് ഇൻഡ്യൂസിൻ ബാങ്ക്, പ്ലീസ് ക്ലിക്ക് ഓക്കെ ടു പ്രൊസീഡ് വിത്ത് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ നമുക്ക് ഇവിടെ സ്വിച്ച് ആയി കിട്ടുന്നതായിരിക്കും. അപ്പം ആ ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതോടുകൂടി എൻ്റെ ഇപ്പോൾ ഉള്ള ഇൻഡ്യൂസിൻ ബാങ്കിൽ നിന്ന് എൻ്റെ ഈ ഒരു ആധാർ സീഡിങ് മറ്റുള്ള എൻ്റെ മറ്റേ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് സീഡിങ് ചേഞ്ച് ആവുന്നതായിരിക്കും എന്നാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു ടൈമിംഗ് ഉണ്ട്, ഒരു ഇടത് ഭാഗത്തായിട്ട് കുറച്ച് മുകളിലായിട്ട് ആ ടൈം കഴിഞ്ഞതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ആധാർ മാപ്പിംഗ് ഹിസ്റ്ററി കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. റിക്വസ്റ്റ് സ്റ്റാറ്റസ് ചെക്ക്. റിക്വസ്റ്റ് സ്റ്റാറ്റസ് ചെക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സീഡിങ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ സീഡിങ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ റിക്വസ്റ്റ് ഡേറ്റ് കാണിക്കും. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ഡേറ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ ആ സീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറൻസ് നമ്പർ ലഭിക്കുന്നതായിരിക്കും. ആ റെഫറൻസ് നമ്പർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ക്യാപ്ഷൻ കൂടി എൻ്റർ ചെയ്യുക. ശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തതോടുകൂടി നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നതായിരിക്കും. റിക്വസ്റ്റ് സ്റ്റാറ്റസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ശേഷം നിങ്ങളുടെ മാപ്പിംഗ് ഹിസ്റ്ററി, ആധാറിൻ്റെ മാപ്പിംഗ് ഹിസ്റ്ററി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങളുടെ ഒരു ക്യാപ്ച കൂടി എൻ്റർ ചെയ്ത ശേഷം ആധാർ കാർഡ് നമ്പറിലേക്ക് വരുന്ന OTP അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ എനിക്കിപ്പം മാപ്പിംഗ് ഹിസ്റ്ററി ഒന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഹിസ്റ്ററി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ്.